ഞങ്ങളെല്ലാം കുറച്ച് കണ്ടിരുന്നു. ഉദ്ഘാടനമാണ് ഈ വർഷം നടത്തിയിട്ടുള്ളത്. ഇനി ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു 5 അംഗനവാടികളുടെ ഉദ്ഘാടനം കൂടി നമുക്ക് നടത്തുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ. നമ്മുടെ ബഹുമാന്യായ MLA ഇടപെട്ടുകൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് ഒട്ടനവധി റോഡുകളും നമ്മളെ ഈ കാലയളവിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെയും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം ഇനി വരുന്ന 4 മാസക്കാലം പഞ്ചായത്ത് പുതിയ പ്രവർത്തനങ്ങൾ ഒട്ടനവധി അംഗൻവാടി ടീച്ചർമാർ വളരെ ആശങ്കയോടെ ഉണ്ട്. അവരെല്ലാം ഏറ്റവും വലിയ ടാസ്ക് ഇതിന് 3 സെന്റ് വസ്തു കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ അംഗനവാടിയുടെ നിർമ്മാണം തന്നെ വളരെയധികം വൈകിപ്പോയി. കാരണം പല സാങ്കേതിക കാരണങ്ങൾ കുരുങ്ങിയാണ് ഇത്രയും വൈകിയത്. അത് പഞ്ചായത്ത് മെമ്പറെയോ പഞ്ചായത്ത് ഭരണസമിതിയുടെയോ കുഴപ്പം കൊണ്ടല്ല. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു. അത് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം അത് പഞ്ചായത്തും അതിനെ വളരെയധികം സ്വാഗതം. നമ്മുടെ ഉദ്ഘാടകൻ ഏറെ ബഹുമാനായ ഇരവിപുരം MLA ശ്രീ M. നൗഷാദ് അവർ, അതേപോലെ തന്നെ നമ്മുടെ ആശംസ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സെൽവി അവർ, മയ്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ ജബാബ് റഹ്മാൻ അവർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജീർ അവർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീലജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഷീല, ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ അത് അംഗൻവാടി തലം മുതൽ നല്ല രീതിയിൽ മികച്ച രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക ഗവൺമെന്റ് എന്ന നിലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്ന ഈ അംഗൻവാടി കെട്ടിടം വനിതാ ശിശു വികസന വകുപ്പിന്റെയും അതേപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇനി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഉടനെ തന്നെ നടക്കും. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും. സ്റ്റാറ്റസ് ഇല്ല, പകരം പ്ലേ സ്കൂൾ എന്ന് പറയാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറി. മുമ്പ് അംഗനവാടിയിൽ കുട്ടികളുടെ വീട്ടിലെ ജോലിക്ക് തടസ്സമാകുമല്ലോ കുട്ടികളുടെ കരച്ചിലൊക്കെ, കുട്ടികളുടെ നിർബന്ധങ്ങൾ. അത് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അംഗനവാടി. ചിലപ്പോൾ അരച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നിർത്താതെ കരയുന്ന. കൈയൊന്ന് കഴുകിയിട്ട് നേരെ പോയി കൊച്ചിനെടുത്ത് കൊണ്ടുചെന്ന് അംഗനവാടിയിലോട്ടാക്കുക. അറിയാതെ കാണാൻ കൈ മുഖത്തോട്ട് കാണാൻ പറ്റിയ കൊച്ച്, കാരണം മുളകല്ലേ അരച്ചോണ്ട് വരുന്നത്. പക്ഷെ ഇന്നത് മാറി. ഇന്ന്
കൃത്യസമയത്ത് തന്നെ അംഗനവാടികളിലെ കുട്ടികളെ എത്തിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അംഗനവാടികൾ എന്ന് പറയുന്നത്. അംഗനവാടികൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് കുട്ടികൾക്ക് ഉള്ളൊരു സ്ഥലം മാത്രമായിട്ടാണ്. അല്ല, അംഗനവാടികൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ എല്ലാവിധമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ്. ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയാണ്. എന്ന് വച്ചാൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ, ജനനം എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞല്ല, ഗർഭസ്ഥ അവസ്ഥ, ഗർഭസ്ഥ ശിശുക്കളുടെ പരിചരണം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുന്ന സ്ഥാപനമാണ് ഇന്ന് അംഗനവാടി. നിങ്ങൾക്കറിയാമല്ലോ അല്ലെ, ഗർഭിണികൾ ഇപ്പൊ കേരളത്തിൽ ഇന്ന് എത്ര ഗർഭിണികൾ ഉണ്ട് എന്നറിഞ്ഞാൽ അംഗനവാടിയുടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഡയറക്ടർ ഒരു സർക്കുലർ അയച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് എത്ര ഗർഭിണികൾ കേരളത്തിലുണ്ടെന്ന് കൃത്യമായി കണക്കറിയാൻ പറ്റും അല്ലേ? ഓരോ അംഗനവാടിയുടെയും സർവീസ് ഏരിയയിൽ ഗർഭിണികൾ എത്ര പേരുണ്ട് അവർക്കത് കൃത്യമായി അറിയാൻ വേണ്ടി കഴിയും. അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ നൽകുക. അതുപോലെ സ്കൂളിൽ അംഗനവാടിയിലേക്ക് എത്തുന്ന കുട്ടികളുടെ ബർത്ത് വെയിറ്റ് വെച്ച് അവരുടെ വെയിറ്റും കൂടെ പരിശോധിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ബർത്ത് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ ആ പരിശോധന ഉൾപ്പെടെ നടത്തുന്ന മഹത്തായ സ്ഥാപനമാണ് ഇന്ന് അംഗനവാടി. കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ, നമ്മളെ ഈ വാർഡില് കുറച്ച് മിച്ചഭൂമി ഉണ്ടായിരുന്നു. പല ഭാഗത്തായിട്ട് കുറച്ച് മിച്ചഭൂമി, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലക്ഷംവീട് ഭാഗത്ത്. അപ്പം പല ആളുകളും കൈയടക്കി വെച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഇന്നിപ്പം അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലം കണ്ടെത്തുകയും അതിനുള്ള നിയമ നടപടികളെല്ലാം സ്വീകരിക്കുകയും അന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ അംഗൻവാടിയുടെ സ്ഥലം പതിച്ചു കെട്ടാൻ കയറി ഇറങ്ങി ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ തഹസീൽദാർക്ക് താലൂക്കിലും കളക്ടറേറ്റിലും കയറി ഇറങ്ങി വില്ലേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയാണ് ഈ സ്ഥലം നമുക്ക് പതിച്ചു കിട്ടിയത്.